ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ശുഭ മനു. വെളിപ്പാട് 1:19 പറഞ്ഞിരിക്കുന്നതനുസരിച്ച് യോഹന്നാനോട് എഴുതുവാൻ ആവശ്യപ്പെട്ട 3 കാര്യങ്ങൾ ഏവ? ഉത്തരം: നീ കണ്ടത് ഭൂതകാലം, ഇപ്പോൾ ഉള്ളത് വർത്തമാനകാലം, ഇനി സംഭവിക്കാനുള്ളത് ഭാവികാലം. അടുത്ത ചോദ്യം: ഞാനൊരു സ്ഥലനാമമാണ്. എൻ്റെ പേരിനുള്ളിൽ പുളിയുള്ള ഒരു ദ്രാവകം ഒളിഞ്ഞിരിപ്പുണ്ട്. നാസിർ വ്രതം എടുക്കുന്നവർ ഈ ദ്രാവകം ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എങ്കിൽ ആ സ്ഥലമേത്? ദ്രാവകം ഏതാണ്? ഉത്തരം: സ്ഥലം കാലടി, യെഹെസ്കേൽ 43:7. ദ്രാവകം കാടി, സംഖ്യ 6:3. അടുത്ത ചോദ്യം: തിരുവചനത്തിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവർ ആരെല്ലാമാണ്? ഉത്തരം: യോശുവ, സെഖര്യാവ് 3:3, ദരിദ്രൻ, യാക്കോബ് 2:2. അടുത്ത ചോദ്യം: തൻ്റെ ഉള്ളിലെ അടങ്ങാത്ത മനോവേദനയും അശാന്തിയെയും വിവരിക്കാനായി എൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്നുവെന്ന് യോബ് പറഞ്ഞത് തൻ്റെ ഏത് അവയവത്തെ സംബോധന ചെയ്തതാണ്? ഉത്തരം: കുടൽ. യോബ് 30:27. എൻ്റെ കുടൽ അമരാതെ തിളയ്ക്കുന്നതെന്ത്? കഷ്ടകാലം എനിക്ക് വന്നുമിരിക്കുന്നു. അടുത്ത ചോദ്യം: വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന രണ്ടാം മരണം എന്നാൽ എന്താണ്? ഉത്തരം: തീപ്പൊയ്ക. വെളിപ്പാട് 20:14. അടുത്ത ചോദ്യം: തങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ ദുഷിപ്പിക്കുന്നത് ആരാണ്? ഉത്തരം: ധനവാന്മാർ. യാക്കോബ് 2:6-7. അടുത്ത ചോദ്യം: തടിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം: ഹൃദയം. മത്തായി 13:14. അടുത്ത ചോദ്യം: തമ്മിൽ ഇണക്കി പണിതിരിക്കുന്ന നഗരമേതാണ്? ഉത്തരം: യെരൂശലേം. സങ്കീർത്തനങ്ങൾ 122:3. അടുത്ത ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഒരു അവയവവും ബൈബിളിൽ പിരിവെന്ന അർത്ഥത്തിന് വരുന്ന ഒരു പദം ഏതാണ്? ഉത്തരം: അവയവം കരം, കൈ. ബൈബിളിൽ കരമെന്ന് പറഞ്ഞാൽ നികുതി. നിനക്കെന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. മത്തായി 22:17. അടുത്ത ചോദ്യം: യഹോവ തൻ്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് എന്താണ്? ഉത്തരം: കാറ്റ്. സങ്കീർത്തനങ്ങൾ 135:7. അടുത്ത ചോദ്യം: കണ്ണിനെ മങ്ങിപ്പിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതും എന്താണ്? ഉത്തരം: ഭീതി, ക്ഷയരോഗം, ജ്വരം. ലേവ്യപുസ്തകം 26:16. അടുത്ത ചോദ്യം: ബൈബിളിലെ ഒരു കൂട്ടരുടെ കാൽ വളരെ സുന്ദരമെന്ന് പറയുന്നുണ്ട്. ആരുടെ കാലാണ്? ഉത്തരം: നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ. റോമർ 10:15. അടുത്ത ചോദ്യം: യഹോവ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുന്നത് എന്താണ്? ഉത്തരം: സിയോൻ. സങ്കീർത്തനങ്ങൾ 132:13. അടുത്ത ചോദ്യം: വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും കിട്ടുന്നത് ആർക്കാണ്? ഉത്തരം: വഞ്ചനയുള്ള നാവിന്. സങ്കീർത്തനങ്ങൾ 120:3-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: നമ്മുടെ തേജോമയനായ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത വചനങ്ങളിൽ ആദ്യം അരുളി ചെയ്ത വചനം എന്താണ്? ഉത്തരം: നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഉൽപ്പത്തി 12:1. അടുത്ത ചോദ്യം: ആർപ്പോടെ കൊയ്യുന്നത് ആരാണ്? ഉത്തരം: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ. സങ്കീർത്തനങ്ങൾ 126:5. അടുത്ത ചോദ്യം: യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് എന്താണ്? ഉത്തരം: പർവ്വതങ്ങൾ. സങ്കീർത്തനങ്ങൾ 125:2. അടുത്ത ചോദ്യം: നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് ആരോടാണ്? ഉത്തരം: ഏദോമിനെ കുറിച്ച്. ഓബദ്യാവ് 1:1-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: മരണത്തിൻ്റെ വിഷമുള്ള എന്ന് വചനം വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഉത്തരം:
പാപത്തെ. 1 കൊരിന്ത്യർ 15:56. അടുത്ത ചോദ്യം, യേശു പത്രോസിനോട് വാൾ ഉറയിലിടാൻ ആവശ്യപ്പെട്ടത് എന്തിനാണ്? ഉത്തരം, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? യോഹന്നാൻ 18:11. ദൈവേഷ്ടം നിറവേറാൻ. അടുത്ത ചോദ്യം, പ്രീതി, പ്രസാദം അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഒറ്റപ്പദം. ഈ പദം ഒരു സ്ത്രീനാമവുമാണ്. ഉത്തരം, രഞ്ജന. സദൃശ്യവാക്യം 11:27. യോബ് 34:9. അടുത്ത ചോദ്യം, അഗാധദൂതന് എബ്രായ ഭാഷയിലുള്ള പേര് എന്താണ്? ഉത്തരം, അബദ്ധോൻ. വെളിപ്പാട് 9:11. അടുത്ത ചോദ്യം, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ആരേക്കാൾ? ഉത്തരം, ആകാശത്തിലെ പറവകളേക്കാൾ. മത്തായി 6:26. അടുത്ത ചോദ്യം, ക്ഷേമാന്വേഷണത്തിനായി ഉപയോഗിക്കുന്ന വാക്കിനുള്ളിൽ പാരമ്പര്യ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കും കാണാം. ഉത്തരം, കുശലം. പാരമ്പര്യ കുടുംബത്തെ സൂചിപ്പിക്കുന്നത് കുലം. 2 യോഹന്നാൻ 1:10. സംഖ്യാപുസ്തകം 1-ാം അധ്യായം. ചോദ്യങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.